തെലുങ്ക് ഇൻഡസ്ട്രിയിലെ തന്നെ ടോപ്പ് അണ്ടർറേറ്റഡ് മൂവീസ് എടുത്തു നോക്കിയാൽ ഉറപ്പായിട്ടും ഈ ഒരു മൂവി ആ ലിസ്റ്റിൽ തന്നെ കാണും. 2021 ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ആയ ഒരു മൂവിയാണ് മാ ഓരി പൊലിമേറ. സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുൾ കിളിയും പോയി. ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ലെവൽ ഓഫ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള മൂവിയാണെന്ന്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീടുള്ള ഒരു കാര്യം വെച്ചാൽ ഈ ഒരു മൂവിയുടെ അധികം ഡൈജസ്റ്റ് ആവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ ആണ്. കാരണം വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു പ്രസന്റേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഭയങ്കര ഷോവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഒരു സീരിയൽ കണ്ട പോലൊക്കെ ഇരിക്കും ആ ഒരു എന്താ പറയുക ആ ഒരു എൻ്റെ മൂവിയുടെ പ്രസന്റേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഈ ക്യാമറ ആയാലും ആ ഒരു സീനായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ പെർഫോമൻസോ അല്ലെങ്കിൽ മൂവിയുടെ കണ്ടന്റ് അല്ല ഞാൻ പറയുന്നത്, ആ ഒരു മൂവിയുടെ പ്രസന്റേഷൻ വൈസ് ആ ഒരു മേക്കിംഗ് ആണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു മൂവി നമ്മളിങ്ങനെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ വരുന്ന ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ നമ്മൾ ടോട്ടലിങ് മറക്കും. കാരണം അമ്മാതിരി ലെവൽ ഓഫ് ട്വിസ്റ്റ് ആണ് ഈ മൂവിയിലുള്ളത്. ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഈ ഒരു മൂവിക്ക് സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ആൻഡ് ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചെറിയൊരു വില്ലേജ്, ആ വില്ലേജിലാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് ബ്ലാക്ക് മാജിക് വിച്ച് ക്രാഫ്റ്റ് പരിപാടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ആൾക്കാർക്ക് അറിയത്തില്ല ഇത് ആരാ എന്താണെന്നല്ല, പക്ഷെ കുറച്ച് കാലമായിട്ട് ഉണ്ട്. സോ അവിടെ ഉള്ള ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ഒരു ഫാമിലി, അവരുടെ ലൈഫിൽ ഈ ഒരു ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എന്താണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നതൊക്കെയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ആ ഒരു ഓട്ടോ ഡ്രൈവറിൻ്റെ ഫാമിലി, അവിടുത്തെ ക്യാരക്ടേഴ്സ്, പിന്നീട് അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് വളരെ സിമ്പിളായിട്ടാണ് പോകുന്നത്. അതിന് ചെറിയ ലാഗൊക്കെ ആദ്യം ഫീൽ ചെയ്യും. പക്ഷെ പിന്നീട് ഈ ഒരു മൂവിയുടെ കണ്ടന്റ് ശരിക്കും ഓപ്പൺ ആവും, അല്ലെങ്കിൽ ആ ഒരു ട്വിസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ കിളിയൊക്കെ പോയിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. നമ്മൾ ഈ ഒരു കൊറിയൻ മൂവി അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്താണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും ആ ട്വിസ്റ്റ് പോകുന്നത്. സോ ആ ഒരു ലെവലിലാണ് ഈ ഒരു മൂവിയുടെ കണ്ടന്റും ആ ഒരു ട്വിസ്റ്റ് ഒക്കെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ട്, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് ആ ഒരു മൂവിയുടെ ട്വിസ്റ്റ് ഒക്കെ പോകുന്നത്. ഒരു ട്വിസ്റ്റ് വരും, പിന്നീട് ഒന്ന് വരും, ഓക്കെ രണ്ടും കണ്ട് ഓക്കെ കിടിലം എന്നുള്ള ഫീലിൽ ഇരിക്കുമ്പോൾ ആയിരിക്കും അടുത്ത് വരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് മൂവിയുടെ എൻഡിലോട്ട് വരുമ്പോൾ അതിനേക്കാളും വേറൊരു ലെവൽ ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഓക്കെ സിനിമ തീരും എന്നുള്ള ലെവലോട്ട് വരുമ്പോൾ അടുത്തൊരു ട്വിസ്റ്റ് കാണിക്കുന്ന ഈ ഒരു മൂവിക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു സെക്കൻഡ് പാർട്ടും കൂടി കണ്ടു അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫസ്റ്റ് പാർട്ടൊന്നും ഒന്നുമല്ല, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത് വെറും ഒരു ടീസർ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ എക്സ്പീരിയൻസ് വരുന്നത് സെക്കൻഡ് പാർട്ടിലാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയുടെ ബേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ ആ ഒരു വില്ലേജും അല്ലെങ്കിൽ സറൗണ്ടിങ്സും അവർ കണക്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കഥയിലോട്ട് കടന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് നമ്മളിങ്ങനെ കിളിവായിരിക്കണം. പക്ഷേ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ എവിടെ നിന്നൊക്കെ വരുന്ന ഒരു പിടുത്തൂല. സിനിമ സ്റ്റാർട്ട് ചെയ്ത എൻഡ് വരെ ഇങ്ങനെ ട്വിസ്റ്റിങ്ങനെ വാരി വെതറിയിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയുടെ കണ്ടന്റ് കാണുമ്പോൾ ഒരു കൊറിയൻ മൂവി അല്ലെങ്കിൽ ഒരു ഇന്തോനേഷ്യൻ മൂവി കണ്ട ഒരു ഫീലാണ്. കാരണം ആ രീതിയിലാണ് ആ ഒരു സ്റ്റോറി ടെല്ലിങ് പോകുന്നത്. ആ മൂവിയുടെ പ്രസന്റേഷൻ വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആവറേജ് ആണെങ്കിലും കണ്ടന്റ് വൈസ് നോക്കുവാണെങ്കിൽ രണ്ടും കിടിലമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നോക്കിയാൽ സ്പോയിലർ ആയപ്പോൾ, അതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല. ഇതാണ് ഈ ഒരു മൂവിയുടെ ബേസ്. സോ കണ്ടു നോക്കണം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട്. വേറെ ലെവൽ ഓഫ് ട്വിസ്റ്റ് ആണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ആ ഒരു മൂവിൽ ഓരോ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് ഇങ്ങനെ നടക്കുമല്ലേ, ഇത് ഇങ്ങനെ പോകും, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പ്രിഡിക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒക്കെ ചിന്തിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ നമ്മൾ പോകാത്ത വഴിയിലൂടെയാണ് ആ ഒരു മൂവിയുടെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോലും നോക്കാത്ത രീതിയിലൂടെയൊക്കെയാണ് ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിങ് പോകുന്നത്. സോ രണ്ട് മൂവിയുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. ഈ ഒരു മൂവി ടോപ്പ് അണ്ടർറേറ്റഡ് മൂവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു മൂവിയുടെ പ്രസന്റേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫസ്റ്റ് പാർട്ടൊക്കെ കുറച്ച് ലൈക്ക് ഒരു ആവറേജ് ആയിട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അധികം ആൾക്കാർ സംസാരിച്ച് കേൾക്കാതെ. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഡയറക്റ്റ് OTT റിലീസായിരുന്നു. പക്ഷെ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ ഫസ്റ്റ് പാർട്ട് ഭയങ്കര രീതിയിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കിടിലം പടം എന്ന രീതിയിൽ ആ ഒരു മൂവിയുടെ ഹൈപ്പ് പോയപ്പോൾ സെക്കൻഡ് പാർട്ട് ഒരു തിയേറ്റർ റിലീസ് തന്നെ ആയിരുന്നു. ഇപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട്. സോ രണ്ടും കിടിലം എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് പാർട്ടിന്റെ ക്ലിഫ് ഹാങ്ങർ എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താടാ ഇത് എന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് പാർട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ പറയണം, നമ്മൾ ടോട്ടൽ ഇങ്ങനെ കിളി പറഞ്ഞിരിക്കും. ആ ലെവലാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിന്റെ ആ ഒരു എൻഡിങ് ആയാലും ട്വിസ്റ്റ് ആയാലും എല്ലാം പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും എല്ലാവരും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു കിടിലം മൂവിയാണ്. ഇതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് രണ്ട് OTT അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൊറിയൻ ഇന്തോനേഷ്യൻ മൂവി കാണുന്ന ഒരു വൈബ് ആണെങ്കിലും ഈ ഒരു മൂവിൽ സംസാരിച്ചു എന്ന കണ്ടന്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അടുത്തറിയാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായിട്ട് നമ്മൾ കേട്ട് പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഏതാണെന്നൊക്കെ ഒന്നും പറയുന്നില്ല. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ആ ലെവലിലാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും കണ്ടുപോക്കുക. ഒരു കിടിലം മൂവിയാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് രണ്ട് OTT അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.